സർവശക്തനായ ദൈവം യഥാർത്ഥത്തിൽ നാം എല്ലാവരും ആരാധിക്കുന്ന ദൈവം ഏകനാണ്. ആ ഏക ദൈവത്തെങ്കിലുള്ള വിശ്വാസം അതെത്രയോ മനോഹരമാണ്. എത്രയോ ഹൈന്ദവ സഹോദരങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് ചോറൂണിന് വേണ്ടി വന്നു. എന്തൊരു ഭക്തിയോടെയാണ് വ്യക്തിപരമായി സാക്ഷ്യം പറയുന്നത്. അച്ഛാ, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാണ് ഈ കുഞ്ഞ് ഉണ്ടായത് എന്ന് പറയുമ്പോൾ എത്ര മനോഹരമാണ് ഈ സ്ഥലം. ദൈവത്തിന്റെ കരുണയും അളവറ്റ കരുതലും എത്രയോ ശക്തമായി ലഭിക്കുന്ന ഇടമാണ്. സഹോദരങ്ങളെ, എല്ലാ പൈശാചിക ശക്തിയും നശിച്ച് ദൈവത്തിന്റെ കരുണയും സ്നേഹവും ദൈവത്തിന്റെ കരുതലും എല്ലാ മനുഷ്യർക്കും ദൈവം വാരിക്കോരി കൊടുക്കുന്ന ഈ മനോഹര സ്ഥലം, ദൈവമഹത്വം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലം, അവിടെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൂടുവാൻ വീണ്ടും സാധിക്കുന്നതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്ന് ആശ്വാസകരമായ സന്തോഷകരമായ ഒരു വാർത്ത, അത് തന്നെ ഞാൻ ആദ്യം പറയുന്നു. ഇന്ന് പ്രഭാതത്തിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കി, കത്തോലിക്ക സഭയുടെ റോമൻ സഭയുടെ നേതൃത്വത്തിലേക്ക് കർദിനാൾ റോബർട്ട് പ്രേവോ, അദ്ദേഹം ലിയോ 14 എന്ന നാമം സ്വീകരിച്ചുകൊണ്ട് പോപ്പായി തെരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ ആദ്യ സന്ദേശം തന്നെ സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശമാണ്. യഥാർത്ഥത്തിൽ നമുക്കും പ്രാർത്ഥിക്കാം. ലോകത്തിലെ എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളോടും ഒരുമിച്ച് ഈ പുരാതനമായ തീർത്ഥാടന കേന്ദ്രത്തിൽ ഇരുന്ന് നമുക്കും പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം പോപ്പ് ലിയോ 14 എല്ലാ അനുഗ്രഹങ്ങളും ദീർഘായുസ്സും ശക്തിയും നൽകട്ടെ. ക്രൈസ്തവ സഭകൾ ഒരുമിച്ച് ക്രിസ്തുവിന്റെ നല്ല സാക്ഷ്യം നിർവഹിക്കട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഞാൻ ആ സമാധാനത്തിന്റെ സന്ദേശം, നല്ല വാർത്ത ആദ്യമേ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു എന്ന് മാത്രം. അതോടൊപ്പം തന്നെ വൈകിട്ട് ഒരു 8 മണി മുതൽ വേദനാജനകമായ വാർത്തകളാണ് കേൾക്കുന്നത്. നമുക്കറിയാം, യുക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധമായിരുന്നു. പാലസ്തീനും ഇസ്രയേലും തമ്മിൽ യുദ്ധമായിരുന്നു. അന്നേരം നമ്മളൊക്കെ ഓരോ വാർത്തകളും, യുദ്ധഭൂമിയിലെ വാർത്തകൾ വല്ലാതെ ചിലരെയൊക്കെ ത്രസിപ്പിക്കും. കാര്യം മാധ്യമങ്ങളിലെല്ലാം ത്രസിപ്പിക്കുന്ന വാർത്തകളാണ്. വള്ളംകളി നടക്കുമ്പോൾ ഇഞ്ചോടിഞ്ച് പോരാടുന്നു, ഇന്ന വള്ളം മുൻപോട്ട് കയറി നിൽക്കുന്നു, മറ്റവർ ചീറിപ്പാഞ്ഞു വരുന്നു എന്നൊക്കെ പറയുന്നത് പോലെയാണ് മിസൈലും ഡ്രോണും തമ്മിലുള്ള ആക്രമണങ്ങളെ പല മാധ്യമങ്ങളും വിശദീകരിക്കുന്നത്. കാരണം എല്ലാവരുടെയും മനസ്സിൽ കാഴ്ചക്കാരുടെ എണ്ണം വർദ്ധിക്കണം. അതാണ് ഇന്നത്തെ ന്യൂ ജനറേഷൻ വ്യൂവേഴ്സ് സംഖ്യ വർദ്ധിപ്പിക്കണം. അതിനുവേണ്ടി ഭയങ്കരമായ വാർത്തകൾ. എന്നാൽ ഇതിന്റെ പുറകിൽ ഒരു സത്യമില്ലേ? അടിയും തിരിച്ചടിയും, അതാണ് ഇപ്പോഴത്തെ വാക്ക്. നമ്മക്കെട്ടടിച്ചു, നമ്മൾ തിരിച്ചടിച്ചു, നമ്മക്കെട്ടടിച്ചു, നമ്മൾ തിരിച്ചടിച്ചു. ഈ അടിയും തിരിച്ചടിയും അത് കഴിഞ്ഞു വല്ലോ അറിയാവോ? അടിയും തിരിച്ചടിയും കഴിഞ്ഞാൽ അനേകർ കൊല ചെയ്യപ്പെട്ടു വീഴുകയാണ്. അനേകർ കൊന്ന് തള്ളപ്പെടുകയാണ്. അടിയും തിരിച്ചടിയും ത്രസിപ്പിക്കുന്ന വാർത്തയാണ്. കൊന്ന് തള്ളപ്പെടുമ്പോൾ അത് സ്വന്തം സഹോദരനോ സഹോദരിയോ മക്കളോ ഭർത്താവോ ഭാര്യയോ ആണ് കൊന്നു തള്ളപ്പെട്ടതെങ്കിൽ അവിടെയാണ് യുദ്ധമുഖത്തിന്റെ ഭീകരത. എല്ലാ കുന്നുകൾക്കും ഒരു കുഴിയുണ്ട്, എല്ലാ അടികൾക്കും ഒരു തിരിച്ചടിയുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ എന്താണ് ഈ യുദ്ധഭൂമിയിലെ സാഹചര്യങ്ങൾ? നമ്മളും യുദ്ധത്തിലാണ്. എന്റെയും നിങ്ങളുടെയും മനസ്സിലെല്ലാം നിറഞ്ഞിരിക്കുന്നത് തിരിച്ചടിക്കണം, തിരിച്ചടിക്കണം, കൊന്നു കൊല വിളിക്കണം. ഇങ്ങോട്ട് വന്നിട്ടല്ലേ
അടുത്ത വാചകം നമ്മുടെ എല്ലാം മനസ്സിലുണ്ട്. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന അമ്മയുടെ മനസ്സിലും എന്നാ ഇങ്ങോട്ട് വന്നിട്ടില്ലേ, തിരിച്ചടിക്കണം. എന്റെ മനസ്സ് വളരെ വേദനാജനകമാണ്. ഞാൻ ഈ യുദ്ധഭൂമിയിൽ നിന്ന് നിങ്ങളുടെ മനസ്സിനെ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് ഒന്ന് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. യുദ്ധഭൂമിയിൽ നിന്ന് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോകാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം. ഞാൻ നിനക്കും സ്ത്രീക്കും, ഞാൻ നിനക്കും സ്ത്രീക്കും, നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. ഒന്നുകൂടെ ഞാൻ വേദഭാഗം വായിക്കുകയാണ്. ഞാൻ നിനക്കും എന്ന് പറയുന്നത് പിശാചിനോടാണ്, സാത്താനോടാണ്, പാമ്പിനോടാണ് പറയുന്നത്. ഞാൻ നിനക്കും, അല്ലെങ്കിൽ ഞാൻ പിശാചിനും, സ്ത്രീക്കും. സ്ത്രീ എന്ന് അവിടെ പറയുന്നത് ആദ്യ സൃഷ്ടിയായ ഹവ്വയാണ്. അപ്പൊ ഇച്ചിരൂടെ വിശദീകരിച്ച് പറഞ്ഞാൽ, ഞാൻ സാത്താനും ഹവ്വയ്ക്കും, സാത്താന്റെ സന്തതിക്കും ഹവ്വയുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അടുത്തത് അവൻ. ആരാണ് അവൻ? സ്ത്രീയുടെ സന്തതി, ഹവ്വയുടെ പുത്രൻ. അത് ഞാൻ പിന്നെ വിശദീകരിച്ചോളാം, ഇച്ചിരൂടെ അർത്ഥമുണ്ട് കേട്ടോ. ഹവ്വയുടെ പുത്രൻ പിശാചിന്റെ തല തകർക്കും. നീ സാത്താൻ ഹവ്വയുടെ പുത്രന്റെ കുതികാൽ തകർക്കും. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ യുദ്ധം നടക്കുമ്പം, പാലസ്തീനും ഇസ്രയേലും തമ്മിൽ യുദ്ധം നടക്കുമ്പം, റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധം നടക്കുമ്പം എന്തിനാണ് സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് പ്രതിപാദിച്ചിരിക്കുന്ന ഈ വേദഭാഗം നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടുവന്നത്? ഒന്നാമത് എനിക്ക് പറയാനുള്ളത്, സത്യത്തിൽ ഈ യുദ്ധം എന്ന് പറയുന്നത് ദൈവീക പദ്ധതി അല്ല. എവിടെ യുദ്ധം നടന്നാലും, അത് ഇസ്രയേലും പാലസ്തീനും തമ്മിലായാലും, യുക്രൈനും റഷ്യയും തമ്മിലായാലും, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണേലും, വളരെ സാവധാനം ചിന്തിക്കുക. യുദ്ധം ദൈവിക പദ്ധതി ആണോ? അല്ല. ഇനി ഇതെല്ലാം വിട, നമ്മുടെ പള്ളിയിൽ യുദ്ധം നടക്കുകയാണ് അല്ലേ? ചിലരുടെ എല്ലാം മനസ്സിൽ ഇങ്ങനെ യുദ്ധം തുടങ്ങിയിരിക്കുകയാണ്. സാവധാനം ഞാൻ പറയുന്നു, ഈ പണി തുടങ്ങിയത്, അല്ലെങ്കിൽ ഈ ചിന്ത മനസ്സിൽ കൊണ്ടുവരുന്നത് ദൈവമല്ല, ഗീവർഗീസകതയല്ല. പക്ഷെ ഗീവർഗീസകത കുത്തിക്കൊല്ലുന്ന, ആണ്ട് മിണ്ടാതിരിക്കും, കുത്തിക്കൊല്ലുന്ന പാമ്പാണ്. നിന്റെ ഉള്ളിൽ പാമ്പ് കയറിയിരിക്കുകയാണ്. നിന്റെ ഉള്ളിൽ ചതിയും വൈരാഗ്യവും അടിയും തിരിച്ചടിയും വന്നിട്ടുണ്ടെങ്കിൽ അത് സൃഷ്ടിച്ചത് ദൈവമല്ല, വിശുദ്ധന്മാരല്ല. നീ പറയും, ഓ അത് സഹത തോന്നിപ്പിച്ചാണ്. സഹതായുടെ ഒരു നന്മയും നിനക്കില്ല, ഒരു നന്മയും നിനക്കില്ല. നിന്റെ ഉള്ളിൽ പാമ്പാണ്, നിന്റെ ഉള്ളിൽ പിശാചാണ്. ഒന്നാമത് ഓർക്കുക, ഒരു യുദ്ധവും അത് ജ്യേഷ്ഠനും അനുജനും തമ്മിലാണെങ്കിലും, അമ്മായിയമ്മയും മരുമക്കളും തമ്മിലാണെങ്കിലും, പള്ളിയിൽ ഭരണസമിതിയും എതിർ സമൂഹവും തമ്മിലാണെങ്കിലും, സഭയിൽ പരസ്പരം പോരടിക്കുന്നവരാണെങ്കിലും, ഒരു യുദ്ധവും ബാക്കി തന്നെ, ഒരു യുദ്ധവും ദൈവികമല്ല.
കാര്യം യുദ്ധം ദൈവത്തിന്റെ പദ്ധതിയല്ല. ചിലരെല്ലാം പറയും ദൈവം ഞങ്ങളെ സംരക്ഷിക്കും. യുദ്ധം ദൈവത്തിന്റെ പദ്ധതിയല്ല. അത് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. നമ്മുടെ മനസ്സിൽ വൈരാഗ്യവും നശിപ്പിക്കണമെന്ന ചിന്തയും. ഇന്നലെ 8:30 നമ്മുടെ മനസ്സിലെ ചിന്ത തന്നെ തിരിച്ചടിക്കണം, തകർക്കണം, തകർക്കണം, തകർക്കണം എന്ന് പറയുന്നത് ദൈവമല്ല. പിന്നെ ആരാ? ആണ്ട് മിണ്ടാതിരിക്കുന്നു. ആരാണ്? അതൊന്ന് തിരിയണം. അത് തിരിഞ്ഞാലേ ഈ ലോകത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകത്തുള്ളൂ. അവിടെയാണ് പിശാച് പാമ്പിന്റെ രൂപത്തിൽ വന്ന് ദൈവ സൃഷ്ടിയായ ആദമിനെയും ഹൗവയെയും, അവർ ദൈവത്തോട് കൂടെ വസിച്ചു, ദൈവത്തിന്റെ തോട്ടത്തിൽ വസിച്ചു, ദൈവത്തിൽ നിന്ന് സ്വസ്ഥതയും സമാധാനവും അനുഭവിച്ച് അവർ ജീവിക്കുമ്പോഴാണ് വന്ന് പറയുന്നത്, ദൈവം പറഞ്ഞിട്ടില്ലേ ആ നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന്. അത് ദൈവം നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത് തിന്നണം, 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 തിന്നണം എന്ന് ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ തിന്നാതിരിക്കുന്നത്? തിന്നാതിരിക്കൂ അല്ലേ? യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് പോലെ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിച്ചു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിച്ചു. വീട്ടിൽ അപ്പച്ചൻ എല്ലാ കാര്യങ്ങളും നന്നായി ആലോചിച്ച് നമുക്ക് അങ്ങനെ ചെയ്യണം, നമുക്ക് ഇന്നടത്ത് പോകണം, ഇന്ന കാര്യങ്ങൾ ഈ രീതിയിൽ മതി എന്നൊക്കെ പറയുമ്പം കുറെ കഴിയുമ്പോ അമ്മ പറയുകയാണ്, പിന്നെ ഇങ്ങേര് തന്നെ അങ്ങ് തീരുമാനിച്ചാൽ മതിയില്ല, ഞാൻ എത്രയോ നാളായി ഇവിടെ കഷ്ടപ്പെടുന്നു. എന്നോടൊന്ന് ചോദിച്ചായിരുന്നു, എന്റെ പൊന്നമ്മേ നിന്റെ ഉള്ളിൽ ആരാണ്? ആണ്ട് മിണ്ടാതിരിക്കുന്നത് പാമ്പാണ്. അനുജനും ജ്യേഷ്ഠനും അല്ലേ? സഹോദരങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ തിന്മയുടെ, യുദ്ധത്തിന്റെ, ഭിന്നതയുടെ, വൈരാഗ്യത്തിന്റെ ചിന്ത കൊണ്ടിരുന്നത് ദൈവമല്ല. ആരാണ് കൊണ്ടിരുന്നത്? എന്നിട്ട് ഇടയ്ക്കൊക്കെ പറയുന്നേ, എന്റെ കൂടെ ദൈവമുണ്ട്, നിന്റെ കൂടെ ദൈവം ഇല്ല. തിന്മ പ്രവർത്തിക്കുന്നവന്റെ കൂടെ ദൈവം ഇല്ല. തിന്മ പ്രവർത്തിക്കുന്നവന്റെ ഉള്ളിൽ പാമ്പാണ്. ചിലരെല്ലാം പറയും, റഷ്യയുടെ കൂടെ ദൈവമുണ്ട്. നമ്മൾ തീർച്ചയായും പറയും, ഞങ്ങളുടെ കൂടെ ആരുണ്ട്? ആരുണ്ട്? സഹോദരങ്ങളെ, യുദ്ധം അത് വീട്ടിലാണേലും പള്ളിയിലാണേലും രാജ്യങ്ങൾ തമ്മിലാണേലും അതിലാരില്ല? ദൈവമില്ല. പിശാചിന്റെ ചതിയാണിത്. പിശാചിന്റെ ചതിയാണ്. അതുകൊണ്ടാണ് പിശാച് പറഞ്ഞത് തിന്നണം. ഹൗവ വിലക്കപ്പെട്ട കനി തിന്നാൻ വേണ്ടി ആ മരത്തിന്റെ ചുവട്ടിൽ തന്നെ നിൽക്കുക. അവള് നോക്കിയപ്പം കാണാൻ ഭംഗിയുള്ളത്, തിന്മാൻ രുചികരം. ആ കൂട്ടത്തിൽ പിശാച് പറഞ്ഞു തിന്നണം, തിന്നണം, തിന്നണം. പിശാച് ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ചെയ്തു. പിശാച് അത് പറിച്ച് ആർക്ക് കൊടുത്തു? ആർക്ക് കൊടുത്തു? പിശാച് പറിച്ച് ആർക്ക് കൊടുത്തു? ഹൗവായിക്ക് കൊടുത്തു. ഇങ്ങോട്ട് നോക്കിക്കേ, നമ്മൾ പലപ്പോഴും പറയുന്നില്ലേ, അത് അവൻ എന്നോട് പറഞ്ഞിട്ടാ ഞാനങ്ങനെ ചെയ്തത്. അത് അമ്മ ഒത്തിരി നിർബന്ധിച്ചുകൊണ്ട് ഞാൻ ചെയ്തതാ. ഏതെ? അനിയത്തിയോട് വഴക്ക് പിടിക്കാനും ചേടത്തിയോട് വഴക്ക് പിടിക്കാനും, ചേടത്തി നീതീകരിക്കുന്നതോ അനിയത്തി നീതീകരിക്കുന്നതോ എങ്ങനെയാ? അത് അമ്മ പറഞ്ഞു. പിശാച് പറിച്ചു തരികയാണ്. പിശാച് പറിച്ചു തരുമ്പം ഹൗവ 2 കൈ നീട്ടി വാങ്ങിക്കുക. വേദപുസ്തകത്തിലെ അക്ഷരാർത്ഥത്തിലുള്ള വ്യാഖ്യാനത്തെക്കായാലും അനുദിന ജീവിതത്തിൽ എന്തെല്ലാം സംഭവങ്ങളാണ് നടക്കുന്നത് നമ്മൾ അറിയുന്നില്ല. പിശാച് പറിച്ചു തരികയാണ്. തിന്മയുടെ ഫലം പിശാച് പറിച്ചു തരികയാണ്. നമ്മൾ 2 കൈയും നീട്ടി വാങ്ങിക്കുകയാണ്. പല സ്ഥലങ്ങളിലും ഇരുന്ന് പിശാച് ആരും കാണാത്ത സ്ഥലങ്ങളിൽ ഇരുന്ന് പിശാച് പ്രേരിപ്പിക്കുകയാണ്. പിശാച് പ്രേരിപ്പിക്കുന്നത് അനുസരിച്ച് നമ്മൾ കൈ നീട്ടി വാങ്ങിക്കുകയാണ്.
ഹവ്വ തിന്നു. വേദപുസ്തകത്തിൽ പറയുന്ന മറ്റൊരു വാക്ക് ആദാമിനും കൊടുത്തു. ഹവ്വ തിന്നു, പിന്നെ എന്നാ ആദാമിനും കൊടുത്തു. ഇങ്ങോട്ട് നോക്കിയേ, സാത്താൻ പറിച്ചു, ഹവ്വ വാങ്ങിച്ചു, തിന്നു, ആർക്കും കൊടുത്തു? ആദാമിനും കൊടുത്തു. പറിച്ചു, ബാക്കി തന്നെ പറിച്ചു, കൊടുത്തു, തിന്നു. എല്ലാ പദ്ധതികളുടെ പുറകിലും നടക്കുന്നത് ഇതാണ്. എല്ലാ പൈശാചിക പദ്ധതികളുടെ പുറകിലും നടക്കുന്ന ആലോചന ഇതാണ്. പക്ഷെ ഇത് പൈശാചികമാണെന്ന് തിരിച്ചറിയാൻ മേല. ഒരു മകൻ 2 വർഷം കൂടി ഗൾഫിൽ നിന്ന് തിരിച്ചു വരികയാണ്. അവന്റെ ഭാര്യ വളരെ സ്നേഹത്തോടെ ചന്തയിലൊക്കെ പോയി നല്ല മീനും ഒക്കെ വാങ്ങിച്ച് എല്ലാം ഒക്കെ ഒരുക്കിയിരിക്കുകയാണ്. ആര് വരാൻ? ഭർത്താവ് വരാൻ. ഭയങ്കര സന്തോഷം. ആ വീട്ടിൽ എന്തൊരു സന്തോഷം. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. അമ്മയുണ്ട്. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങാനായി കിടന്നു. പാതിരാത്രിയായി. ഒരു ശബ്ദം. അപ്പോഴത്തേന് എല്ലാരും ഞെട്ടി ഉണർന്നു. കള്ളൻ. ആര് ആണ്ട് മിണ്ടാതിരിക്കുന്നു. കള്ളൻ. അപ്പം ബഹളായി. ആരാണ്ട് ഓടിപ്പോകുന്ന ശബ്ദമാണ്. കള്ളനാണെന്നെല്ലാം തീർച്ചപ്പെടുത്തി. കള്ളൻ പോവുകയും ചെയ്തു. അതേസമയം കുറെ കഴിഞ്ഞപ്പം മകനോട് അമ്മ പറയുകയാണ്. ആര് പറയുകയാണ്? അമ്മ പറയുകയാണ്, ഓ കള്ളനാണെന്ന് ആർക്കറിയാം. അമ്മ വല്ലതും പറഞ്ഞു? ആണ്ട് മിണ്ടാതിരിക്കുന്നു. അമ്മ വല്ലതും പറഞ്ഞു? കള്ളനാണോന്ന് ആർക്ക്? ഓ എന്തൊരു അമ്മ, വലിയ പക്വതയാകട്ടോ. അയ്യോ, പള്ളിന്ന് മാറത്തേ ഇല്ല. യാചിക്കേണ്ടും ചൊല്ലി കൈസൂരി കൊടുത്താൽ ചാടിയാണ് വാങ്ങിക്കുന്നത്. എന്നിട്ട് എല്ലാവർക്കും കൊണ്ടു കൊടുക്കും. പക്ഷെ അമ്മ ചെയ്ത് ഡിവോഴ്സായി പോയി കേട്ടോ. ആ ഭാര്യയും ഭർത്താവും തമ്മിൽ വിവാഹബന്ധം ഏർപ്പെടുത്തിയെന്നേ ഒറ്റ വാക്കേ ഉണ്ടായിരുന്നുള്ളൂ. ആരുടെ വാക്കാ? അമ്മയുടെ വാക്കാ. കള്ളനാണോന്നേ ആർക്കറിയാം? വല്ലതും പറഞ്ഞു? എന്റെ അമ്മയെ, നിന്റെ ഉള്ളിൽ ആരാണ്? പാമ്പാണ്. ചെയ്യുന്ന നമ്മുടെ ഓരോ വാക്കുകൾ ഒരു കുടുംബത്തിന്റെ സ്വസ്ഥത നശിപ്പിക്കും, ഒരു പള്ളിയുടെ ഭദ്രത നശിപ്പിക്കും, ഒരു സഭയുടെ പൊതുവായ സമാധാനം നഷ്ടപ്പെടും, ഒരു രാഷ്ട്രത്തിന്റെ സർവ അഖണ്ഡതയെ നശിപ്പിക്കും. എവിടെയാണ്? അപ്പൊ നിങ്ങൾ എല്ലാവരും ഓർക്കണം, ഒരു ഭിന്നത തുടങ്ങുന്നത് അത് ഈ രണഭൂമിയിലല്ല, മറിച്ച് എവിടെയാണെന്നറിയാവോ? ഹൃദയത്തിൽ. എവിടെയാ തുടങ്ങുന്നത്? ഹൃദയത്തിൽ. ഈ വേദഭാഗത്തെ കുറിച്ച് അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ മറന്നുപോയോ? നീ അവന്റെ കുതികാൽ തകർക്കും. എന്നുവെച്ചാൽ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല ചതയ്ക്കുമെന്നും സർപ്പം സ്ത്രീയുടെ സന്തതിയുടെ കുതികാൽ തകർക്കും എന്ന് പറഞ്ഞത് പ്രോട്ടോ ഏവൻഗേലിയോൻ എന്നാണ് അറിയപ്പെടുന്നത്. പ്രോട്ടോ ഏവൻഗേലിയോൻ എന്ന് വെച്ചാൽ ആദ്യ സുവിശേഷം. ഒന്ന് പറഞ്ഞേ. ഈ നിരാശയുടെയും വീഴ്ചയുടെയും അതുപോലെ തന്നെ ഭിന്നതയുടെയും നടുവിലുള്ള പ്രത്യാശയുടെ ആദ്യ വാക്ക്. അതുകൊണ്ട് ഇതിനെ ആദ്യ സുവിശേഷം, പ്രോട്ടോ ഏവൻഗേലിയോൻ, വേദപുസ്തകത്തിലെ ആദ്യ സദ്വർത്തമാനം, ആദ്യ സുവിശേഷം. വീണുപോയ മനുഷ്യനോട് നിന്റെ വീഴ്ചയ്ക്ക് കാരണമായ സർപ്പം, ആ പാമ്പിന്റെ തല ചതയ്ക്കപ്പെടുമെന്ന് പറഞ്ഞ ആദ്യ സുവിശേഷമാണിത്. എല്ലാ യുദ്ധഭൂമിയിലും, അത് വീട്ടിലാണേലും നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലാണേലും
ഒരു പ്രതീക്ഷയുടെയും സമാധാനത്തിന്റെയും നല്ല ശബ്ദം ഉണ്ടാകണം. യഥാർത്ഥത്തിൽ ഇവിടുത്തെ ശത്രുത്വം, ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും, സ്ത്രീയുടെ സന്തതിക്കും മധ്യേ ശത്രുത്വം ഉണ്ടാക്കും എന്ന് പറഞ്ഞത്, ഞാൻ നിനക്കും സ്ത്രീക്കും, നിന്റെ സന്തതിക്കും അവന്റെ സന്തതിക്കും, അല്ല നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും എന്ന് പറഞ്ഞതിനെ കുറിച്ച് പല വ്യാഖ്യാനങ്ങളുണ്ട്. ഇത് പറയുന്നത് ഇത് പാമ്പിനെ അല്ലെങ്കിൽ സ്ത്രീയെ ദൈവം ശപിച്ചതായിട്ട് പറയുന്നുണ്ട്, അല്ലേ? ദിസ് ഈസ് എ ഡിവൈൻ കേഴ്സ് അപ്പോൺ ക്രിയേഷൻ. സൃഷ്ടിയുടെ മേലുള്ള ഒരു വലിയ ശാപമായി പറയുന്നവരുണ്ട്. എന്നാൽ നമ്മുടെ പാരമ്പര്യം പറയുന്നത് ദിസ് ഈസ് നോട്ട് എ കേഴ്സ്, but it is a divine diagnosis. Not a curse, but a diagnosis. എന്നാ ഈ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല? അത് ഇച്ചിരി പാടാൻ തോന്നുന്നല്ലേ? ശപിക്കാൻ ശാപം. ഇപ്പൊ നമ്മൾ ഒരു ഡോക്ടറുടെ ഏരിയ ചെന്നു, ഭയങ്കര പനിയാണ്, തലവേദനയാണ്. അപ്പം ഡോക്ടർ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചു വന്നപ്പം പനിയും തലവേദനയും ഒക്കെ ഒരു സിംറ്റമാണ്, അടയാളമാണ്. എന്നാൽ ശരിയായ പ്രശ്നം 2 ദിവസമായി കഴിച്ചു തിന്നും ദഹിച്ചില്ല. അപ്പം ഡയഗ്നോസിസ് എന്നതാന്നോ? കഴിച്ചത് ദഹിച്ചില്ല എന്ന കാരണമാണ്. ഡയഗ്നോസിസ് അത് രോഗ കാരണമാണ്. പ്രധാന വിഷയം അതാണ്. This is not a curse, but it is a diagnosis to the whole fallen creation. വീണുപോയ മനുഷ്യൻ, ആ വീണുപോയ മനുഷ്യന്റെ അല്ലെങ്കിൽ പിശാചിന്റെ പദ്ധതിക്ക് വിധേയമായ മനുഷ്യന്റെ പാപത്തിന്മേലുള്ള മൂല കാരണം കർത്താവ് കണ്ടുപിടിച്ചു. അതാണ് ദൈവം പറഞ്ഞത്, സ്ത്രീയോട് പറഞ്ഞത്, പിശാചിനോട് പറഞ്ഞു, ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും മധ്യേ ശത്രുത്വം ഉളവാക്കും. സത്യത്തിൽ ഇതാണ് നിലവിലിരിക്കുന്ന എല്ലാ ഭിന്നതകളുടെയും സംഘടനകളുടെയും ശത്രുതയുടെയും കാരണം. ഒരു സൈഡിൽ പിശാചിന്റെ സന്തതി, മറു സൈഡിൽ സ്ത്രീയുടെ സന്തതി. ഒന്നുകൂടെ പറഞ്ഞേ, ഒരു സൈഡിൽ പിശാചിന്റെ സന്തതി, മറു സൈഡിൽ സ്ത്രീയുടെ സന്തതി. അപ്പൊ സത്യത്തിൽ ഒന്നാമത്തെ യുദ്ധം അത് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല, വർഗങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല. The first war was not in between nations or in between creed or religion, പക്ഷേ it was in the heart of man. ഒന്നാമത്തെ യുദ്ധം നടന്നത്, അല്ലെങ്കിൽ ഇപ്പോഴും യുദ്ധം നടക്കുന്നത് എവിടെയാണ്? അതിന്റെ തുടക്കം മനുഷ്യന്റെ ഹൃദയത്തിലാണ്. അതുകൊണ്ട് ഭിന്നതകൾ അവസാനിപ്പിക്കണമെങ്കിൽ എവിടെയെങ്കിലും സീസ് ഫയർ, യുദ്ധം നിർത്തി എന്ന പ്രഖ്യാപനത്തെക്കാൾ ഉപരി യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ യുദ്ധം നിർത്തേണ്ടത് എവിടെയാണ്? ഹൃദയത്തിലാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഭാരതീയ പാരമ്പര്യത്തിലെ മനോഹരമായൊരു വാക്ക്, മനസ്സാണ് ദൈവം. നന്നാകണമെങ്കിൽ എന്നത് നന്നാകണം, മനസ്സ് നന്നാകണം. നിങ്ങൾ എത്ര നോക്കിയാലും മനസ്സ് നന്നായില്ലെങ്കിൽ നമ്മൾ ആരും നന്നാകത്തില്ല, അല്ലേ? നമ്മൾ ഓരോ സന്ദർഭത്തിലും പറയും, അതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ സമയം കിട്ടിയില്ല. സമയം കിട്ടിയാൽ മനസ്സ് നന്നാവുമോ? അല്ലെ? 40 വർഷം കൂടെ താമസിച്ചു, വഴക്ക് പിടിക്കുമ്പോ പറയുന്ന എന്നാ, ഇതുവരെ എനിക്ക് നിന്നെ മനസ്സിലായില്ലായിരുന്നു. അപ്പൊ ഈ 40 വർഷം എന്നെ മനസ്സിലായി. സമയം കിട്ടിയില്ല. നമ്മുടെ ഒരു ഗതികേട്, എത്ര പഠിച്ചാലും പഠിക്കത്തില്ല, എത്ര കൊണ്ടാലും
അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നു. എത്ര കൊണ്ടാലും പഠിക്കത്തില്ല. വീണ്ടും വീണ്ടും നമ്മൾ പറയുന്നത് പഠിക്കണം, നീ പഠിക്കും, അധികം താമസിയാതെ പഠിക്കും, പഠിക്കാതിരിക്കത്തില്ല. എല്ലാ യുദ്ധവും മനസ്സിലാണ്. മനസ്സിൽ പാമ്പുണ്ട്. മനസ്സിൽ എന്നാ ഉണ്ട്? മനസ്സിൽ പാമ്പുണ്ട്. നമുക്ക് സഹദായിലേക്ക് തിരികെ വരാം. നമ്മുടെ പെരുന്നാൾ ദിവസമല്ലേ? ഈ ഗീവറിയ സഹദായുടെ ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്ന് പറയുന്നത് സഹദ. ബാക്കി നിങ്ങൾ പറ. പാമ്പിനെ കൊന്നു. ആരെ കൊന്നു? പാമ്പിനെ കൊന്നു. പാമ്പ് എവിടെയാന്ന് ഞാൻ പറഞ്ഞു. പാമ്പ് എവിടെ ഇരിപ്പുണ്ട്? അതുകൊണ്ട് ഇപ്പൊ ഫോട്ടോയിൽ നോക്കുക. എല്ലാവരുടെയും വിചാരം പാമ്പ് ചതുപ്പ് നിലത്തിൽ കിടപ്പുണ്ട്, പാമ്പ് ഇന്നടത്ത് കിടപ്പുണ്ട്, പള്ളിയുടെ ഭിത്തിക്കകത്ത് പാമ്പുണ്ട്. പാമ്പ് ദേ എവിടെയുണ്ട്? ആ, ഉള്ളിലുണ്ട്. ചുമ്മാ ഞാൻ പറയുന്നത് നിങ്ങൾ വിചാരിക്കരുത്. എന്നാൽ ഒന്ന് സ്നേഹത്തോടെ ചിന്തിക്കുമ്പോ അറിയാം പാമ്പ് ഒളിച്ചിരിക്കുന്നു. ഈ പാമ്പ് ഉള്ളിൽ ഇരിക്കുന്നത് കൊണ്ടാണ് സർവ പ്രശ്നവും. ഇവിടെ വന്നിരുന്ന സ്വസ്ഥതയില്ലാതെ അവൻ മുടിഞ്ഞു പോകണമേ എന്ന് പറയുന്നത് ആരിയിരിക്കുന്നത് കൊണ്ടാണ്. എന്നിട്ട് അങ്ങ് പറയും സഹദ എന്റെ കൂടെയാണ്. സഹദ എങ്ങനെ കൂടെ വരും? സഹദ കൂടെ വരത്തില്ല. കാര്യം സഹദ കൊന്ന പാമ്പ് ആരുടെയൊക്കെ ഉള്ളിൽ കയറിയിരിക്കുക, നമ്മുടെ ഉള്ളിൽ കയറിയിരിക്കുക. സഹദയെ കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ വിശേഷണം കില്ലർ ഓഫ് ദി സ്നേക്ക് എന്ന് പറഞ്ഞാൽ അർത്ഥം സർപ്പഘാതകൻ. ഒന്ന് പറഞ്ഞേ, സർപ്പഘാതകൻ. എനിക്ക് ഇന്ന് ഈ വേദഭാഗത്തെ അടിസ്ഥാനമാക്കി പറയാനുള്ള ഒരു വിഷയം ഇതാണ്: പാമ്പിനെ കൊല്ലാൻ തയ്യാറാണ്. പക്ഷെ ഇപ്പൊ നിങ്ങൾക്കറിയാം, ഒരു ചേരെ പോലും കൊല്ലരുത്. കാര്യം എന്നാ? കുറഞ്ഞത് 3 വർഷം ജയിലിൽ പോകും. ദൈവത്തെ ഓർത്ത് മീനടങ്കാരൻ അച്ഛൻ പാമ്പിനെ കൊല്ലാൻ പ്രേരിപ്പിച്ചു എന്ന് പറഞ്ഞ് എന്നെ അറസ്റ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാൽ ഞാൻ പറയുന്നത് ഒരു പൈശാചിക പ്രേരണ മനുഷ്യ മനസ്സുകളിലെല്ലാം കിടക്കുകയാണ്. അവിടെയാണ് ഈ ഭിന്നതയും അടി തിരിച്ചടി അല്ലേ? അടി. ഇന്നലത്തെ ബഹുഭൂരിപക്ഷം ചാനലുകളും നമ്മൾ ഇതാ തിരിച്ചടിച്ചു. എന്തൊരു രസമാണ് അത് കേട്ട് കഴിയുമ്പോഴത്തേനും കൊല വിളിക്കുക. ഇപ്പൊ ഭൂരിപക്ഷം പേരുടെ മനസ്സിൽ യുദ്ധമാണ്. മക്കളെ, ഈ വെറുപ്പിന്റെ പിശാചിനെ കൊല്ലണം, തിന്മയുടെ പിശാചിനെ കൊല്ലണം. ഒത്തിരി ഭാഷാ പ്രയോഗം പാമ്പ് പോലെയുണ്ട്. പണ്ട് വെള്ളക്കുട്ടപ്പള്ളിയിലെ ശുശ്രൂഷ നടത്തിക്കൊണ്ടിരുന്ന സമയം ഒരാളെ കണ്ടപ്പോ ഇങ്ങനെ പോസ്റ്റേ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. ഞാൻ പേര് പറയുന്നില്ല, ഞാൻ പേര് കൂട്ടി വിളിച്ചു. എന്നാടാ നീ ഇങ്ങനെ നിൽക്കുന്നത്? അപ്പൊ ഇങ്ങനെ വല്ലാതെ എഴയുന്ന പോലെ നിൽക്കുകയാണ്. അപ്പം വേറൊരുത്തം പറഞ്ഞ എന്നാന്നോ, അച്ഛാ പാമ്പാണ്. എന്നാണ്? പാമ്പാണ്. ഒരു രക്ഷയില്ല, പാമ്പാണ്. പാമ്പിനെ, സർപ്പത്തെ, ആത്മീയതയെ നശിപ്പിക്കുന്ന, മനസ്സിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന, തിന്മയും വൈരാഗ്യവും മാത്രം ജനിപ്പിക്കുന്ന പിശാചിനെ കൊല്ലണം. സത്യത്തിൽ യഹോവയാം ദൈവം പിശാചിനോട് പറഞ്ഞു, നിന്റെ സന്തതിക്കും സ്ത്രീയുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം. അതാണ് പ്രശ്നങ്ങളുടെ എല്ലാം കാരണം. That is the reason of every disease. അതുകൊണ്ടാണ് ഞാൻ ഇറ്റ്സ് നോട്ട് എ കേഴ്സ് ബട്ട് ഇറ്റ് ഈസ് എ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞത്. എന്നിട്ട് യഹോവയാം ദൈവം പറഞ്ഞത്, നിന്റെ സന്തതി,
സർപ്പത്തിന്റെ അല്ലെ നിന്റെ സന്തതി. അവ അതൊക്കെ ഇച്ചിരൂടെ ഓർത്തോണം. അവൻ നിന്റെ തല തകർക്കും. ആരെ? സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും. നീ അവന്റെ കുതികാൽ തകർക്കും. യുദ്ധമാണ്, യുദ്ധമാണ്. നമ്മൾ ഏത് പക്ഷത്താണ്? നമ്മൾ സ്ത്രീയുടെ സന്തതിയുടെ പക്ഷത്താണോ അതോ സർപ്പത്തിന്റെ സന്തതിയുടെ പക്ഷത്താണോ? ഇപ്പൊ എല്ലാവരും ഓരോ പക്ഷത്താണ്. ചിലർ പാലസ്തീൻകാരുടെ കൂടെയാണ്, ചിലർ ഇസ്രായേലിന്റെ കൂടെയാണ്. ഇന്ത്യയിൽ ഇപ്പൊ നമ്മൾ എല്ലാവരും ഭാരതീയരായതുകൊണ്ട് പാകിസ്ഥാൻ കുറച്ച് കത്തിക്കണം അല്ലേ? നമ്മൾ ആരുടെ പക്ഷത്താണ്? സ്ത്രീയുടെ സന്തതിയുടെ പക്ഷത്താണോ അതോ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളാണ് ബോധപൂർവം നമ്മളെ തന്നെ വിലയിരുത്തേണ്ടത്. ഇവിടെയാണ് പിതാക്കന്മാർ പറഞ്ഞു ഒരു വാചകം ഈ ചിന്തയുടെ രണ്ടാം ഭാഗത്തേക്ക് കൊണ്ടുവരാം. രണ്ടാം ഭാഗം എന്ന് പറയുമ്പോൾ ഒന്നാം ഭാഗം ഞാൻ പറഞ്ഞത് ഒന്നുകൂടി ഓർക്കുക. നമ്മുടെ ഉള്ളിൽ ആര് കയറി? ഒറ്റ വാക്ക് ഓർത്താ മതി. നിന്റെ ഉള്ളിൽ പാമ്പാണ്. നിന്റെ ഉള്ളിൽ ഒന്നുകൂടെ പറഞ്ഞ് നിങ്ങൾക്ക് പറയേണ്ട അച്ഛോ നിന്റെ ഉള്ളിൽ, ഞാൻ തിരിച്ചു പറയുകയാണ്, നിന്റെ ഉള്ളിൽ പാമ്പാണ്. രണ്ടാമത്തെ വിഷയം ഞാൻ പറഞ്ഞത് വീണ്ടും ഓർക്കുക. യുദ്ധം ദൈവിക പദ്ധതി അല്ല. അത് വീട്ടിലാണേലും പള്ളിയിലാണേലും അല്ലെ, നമ്മുടെ ജോലി സ്ഥലങ്ങളിലാണെങ്കിലും രണഭൂമികളിലാണെങ്കിലും ഒരു യുദ്ധവും ആരുടെ പദ്ധതിയല്ല? ദൈവത്തിന്റെ പദ്ധതിയല്ല. യുദ്ധം പിശാചിന്റെ പദ്ധതിയാണ്. അവിടെയാണ് ഞാൻ മൂന്നാമത് പറയാൻ പോകുന്നത്. പിശാചിനെ സർപ്പഘാതകൻ, അതാണ് ഗീവർഗീസകത. നമ്മളെല്ലാം സർപ്പത്തോട് സമരസപ്പെടും അല്ലെ? ആ ദിദിയാനോസ് രാജാവിന്റെ കാലഘട്ടം, ചതുപ്പ് നിലത്തിലെ ഭീകര സർപ്പം. ആ ഭീകര സർപ്പം കന്നുകാലികളെ ആദ്യം തിന്നു. ആ നാട് മുഴുവൻ വിറപ്പിക്കുകയാണ്. അപ്പോഴാ നാട്ടു പ്രമാണിമാരെല്ലാം കൂടെ കൂടിയിട്ട് പറഞ്ഞു, നമുക്ക് സർപ്പവുമായിട്ട് ഒരു കോംപ്രമൈസിലെത്താം. എന്നാ ഇപ്പൊ ഞാൻ പറഞ്ഞു? സർപ്പവുമായിട്ട് സർപ്പത്തെ എതിർക്കണ്ട, പിന്നെ എന്നാ മതി? കോംപ്രമൈസ് ആകാം. എന്നാ ഇപ്പൊ പറഞ്ഞു? ഇനിയും ചതുപ്പ് നിലത്തിൽ കിടക്കുന്ന പാമ്പ് ഇപ്പൊ എവിടെയുണ്ട്? പിന്നെയും മിണ്ടാതിരിക്കുന്നു. വെള്ളം കുടിച്ചോ? ചതുപ്പ് നിലത്തിൽ കിടക്കുന്ന പാമ്പ് എവിടെയുണ്ട്? നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മൾ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്, പാമ്പിനെ ഉപദ്രവിക്കണ്ട, നമുക്ക് എന്നെ അടുത്തേക്കാം, കോംപ്രമൈസ് ആയേക്കാം. എന്നെ കോംപ്രമൈസ്? ഓരോ ദിവസവും നിനക്ക് തിന്നാനുള്ളത് ഞാൻ തരാം. സത്യത്തിൽ ഇതാ നമ്മളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പള്ളിയിൽ പോകും, വെള്ളിയാഴ്ച ധ്യാനത്തിന് പോകും, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ എന്റെ ഉള്ളിലെ പിശാചിന് വിശക്കുന്നുണ്ട്. എന്നാ ഇപ്പൊ അച്ഛൻ പറഞ്ഞ എന്നാ? ചിലരെല്ലാം കണ്ടുകൊണ്ട് കാണിക്കുക. അച്ഛൻ ഒന്നുകൂടെ പറഞ്ഞു, എന്റെ ഉള്ളിലെ പിശാചിനെ വിശക്കുന്നുണ്ട്. ഒന്നുകൂടെ പറഞ്ഞേ, എന്റെ ഉള്ളിലെ പിശാചിന് വിശക്കുന്നുണ്ട്. അപ്പൊ പിശാചിനോട് പറഞ്ഞിരിക്കുക, ഓരോ ദിവസവും നിനക്ക് ഞാൻ ഭക്ഷണം തരാം. അതാണ് ഈ ചക്രവർത്തിയുടെ രാജ്യത്തിൽ ജനങ്ങൾ തീരുമാനിച്ച തീരുമാനം. നിങ്ങൾ നോർത്തി പിശാചിന് ഭക്ഷണം കൊടുക്കാവോ? ഉണ്ട്. പക്ഷെ ഇതാ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും നമ്മുടെ ഉള്ളിലെ പിശാചിനെ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും പ്രാർത്ഥിച്ചാൽ പിശാചിന് വിശക്കും. നമ്മുടെ കയ്യിലുള്ളത് വിഷമിക്കുന്ന ഒരാളെ സഹായിച്ചാൽ ആർക്ക് വിശക്കും? പിശാചിന് വിശക്കും. അതേസമയം പിശാചിന് ഇഷ്ടപ്പെട്ട പരിപാടിയുണ്ട്. എല്ലാം നന്നായിട്ട് പോവുകയാണെങ്കിലും അതിനിടയ്ക്ക് പരസ്പരം വേണ്ടാധീനങ്ങളെല്ലാം ഇണക്കുകയാണ്. ദൈവം പറഞ്ഞു തിന്നരുത്, പിശാച് പറഞ്ഞു. പിശാച് പറഞ്ഞു, ദൈവം പറഞ്ഞു, പിശാച് പറഞ്ഞു തിന്നാൽ ആരെ പോലെയാകും? പിശാച് ഇങ്ങനെ
പിശാച് ഇങ്ങനെ വീട്ടിൽ യാതൊരു പ്രതിസന്ധി ഇല്ലെങ്കിലും നമ്മൾ പറയുകയാണ്, ഓരോ വിഷയങ്ങൾ നമ്മൾ ഉണ്ടാക്കുകയാണ്, പള്ളിയിലും ഓരോ വിഷയങ്ങൾ നമ്മൾ ഉണ്ടാക്കുകയാണ്. നിന്റെ ഉള്ളിലെ പിശാചിനെ, പിശാചുമായിട്ട് ലോഹ്യപ്പെട്ട പിശാചുമായിട്ട് കോംപ്രമൈസ് ആയിരിക്കുകയാണ്. എന്നാൽ ഗീവർഗീസ് കഥ വന്നിട്ട് അദ്ദേഹം പിശാചുമായിട്ട് ഒരു കോംപ്രമൈസിനും ഇല്ല. ആരുമായിട്ട് കോംപ്രമൈസിനില്ല? പിശാചുമായിട്ട് കോംപ്രമൈസിനില്ല. സഹത തീരുമാനിച്ചു, ഞാൻ സ്ത്രീയുടെ സന്തതിയുടെ പക്ഷത്താണ്. ആരുടെ പക്ഷത്തല്ല? പിശാചിന്റെ പക്ഷത്തല്ല, സ്ത്രീയുടെ സന്തതിയുടെ പക്ഷത്താണ്. സ്ത്രീയുടെ സന്തതിയുടെ തീരുമാനം എന്നാ? സർപ്പത്തിന്റെ ഇതാണ് മൂന്നാമത് എനിക്ക് പറയാനുള്ളത്. വേദവിപരീതം, വിശ്വാസക്കുറവ്, പരസ്പര ഭിന്നത, സാഹോദര്യം നഷ്ടപ്പെടുത്തുന്ന പൈശാചിക ഉപദേഷ്ടങ്ങൾ, ഇതിനെയെല്ലാം നശിപ്പിക്കണം. അതിനാണ്, പിശാചിനെ കൊല്ലാനാണ്, ഉള്ളിലെ സാത്താനെ കൊല്ലാനാണ് യഥാർത്ഥത്തിൽ. അതുകൊണ്ടാണല്ലോ സാത്താനെ നിന്നെയും നിന്റെ സർവ്വ സൈന്യത്തെയും നിന്റെ സകല വഞ്ചനയെയും ഞാൻ ഉപേക്ഷിക്കുന്നു. എത്ര അക്ഷരാർത്ഥത്തിൽ പറയുകയാണ്. മാമോദീസ മുങ്ങുന്ന ഗീവർഗീസ് എന്ന ഞാൻ സാത്താനെ നിന്നെയും നിന്റെ സകല സൈന്യങ്ങളെയും നിന്റെ സകല വഞ്ചനയെയും ഉപേക്ഷിക്കുന്നു. ഇനിയും എന്നിൽ നിലക്ക് സ്ഥലമില്ല. എന്നിൽ വസിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. നിങ്ങൾ ഓർക്കണം, ഈ യുദ്ധഭൂമിയിലെല്ലാം പരിക്കേറ്റ് കിടക്കുന്നവർ, ജീവന് വേണ്ടി കൊതിക്കുന്നവർ, അവർക്കൊക്കെ സഹായം എത്തിക്കുന്ന നല്ല മനുഷ്യരുണ്ട്. ആരുടെ സന്തതിയാണ്? സ്ത്രീയുടെ സന്തതി പിശാചിന്റെ തല തകർക്കുന്നത് വൈരാഗ്യത്തിന് പകരം സ്നേഹം കൊണ്ടുവരുമ്പോൾ, ഭിന്നതയ്ക്ക് പകരം സാഹോദര്യം കൊണ്ടുവരുമ്പോൾ, അവിടെയാണ് പിശാച് നശിക്കുന്നത്. അല്ലാതെ ഉള്ളിൽ പിശാചുണ്ടെന്നും പറഞ്ഞ് ഒരു കുപ്പി പരാമർ കുടിക്കാവോ? ആ ഉള്ളിലെ പിശാച് എത്ര പോട്ടത്തി. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഇതെല്ലാം സ്നേഹത്തിന്റെ, ആത്മാവിന്റെ ഫലങ്ങളല്ല, ആത്മാവിന്റെ ഫലം. ഈ 9 സത്യത്തിൽ ഒന്ന് തന്നെയാണ്. ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുമ്പോൾ ആര് മരിക്കും? പിശാച് മരിക്കും. ഈ സ്ത്രീ എന്ന് പറയുന്നത് ഹവ്വ മുതൽ പരിശുദ്ധ ദൈവമാതാവ് വരെ എന്ന് പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നു. അതുകൊണ്ടാണ് ഇതിനെ പ്രോട്ടോ ഏവങ്കേലിയോൻ, ആദ്യ സുവിശേഷം എന്ന് പറയുന്നത്. എപ്പോഴും ഓർക്കുക, പൈശാചിക ശക്തി ഒരിക്കലും നിലനിൽപ്പില്ല. ചില വിജയങ്ങളൊക്കെ ഉണ്ട്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല ചതയ്ക്കും. യഥാർത്ഥത്തിൽ സർപ്പത്തിന്റെ തല ചതയ്ക്കപ്പെട്ട പ്രധാന ആയുധം ജീവന്റെ വചനമാണ്. എന്നതാണ്? ജീവന്റെ വചനം. ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് ഈ പെരുന്നാളിനോടനുബന്ധിച്ച് ഒത്തിരി പേര് വന്ന്, അച്ഛാ ഇന്ന ദോഷമുണ്ട്, അങ്ങനെ ദോഷമുണ്ട്, ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവര് തരുന്ന ഓരോ സാധനങ്ങൾ കൊണ്ടൊന്നൊന്ന് പ്രാർത്ഥിച്ചു കൊടുക്കുന്നുണ്ട്. അതൊക്കെ ചെയ്യുമ്പോഴും ഞാൻ വളരെ ലളിതമായ ഒരു മാർഗം നിങ്ങളോട് പറയുന്നു. പിശാചുണ്ട് കേട്ടോ. പിശാചും പൈശാചിക ശക്തി ഉണ്ട്. അതൊരു തോന്നലല്ല, അത് സത്യമാണ്. പൈശാചിക ശക്തി ഉണ്ട്. എന്നാൽ അതിനെ വിജയിക്കാനുള്ള ഏറ്റവും വലിയ ആയുധം ദൈവവചനമാണ്. കർത്താവ് പിശാചിനെ തോൽപ്പിച്ചത് അങ്ങനെയാണ്. മനുഷ്യൻ ജീവിക്കുന്നത് കണ്ടോ, അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടാണ്. കർത്താവ് പൈശാചിക പ്രലോഭനങ്ങളെയും പരീക്ഷണങ്ങളെയും അഭിമുഖീകരിച്ചപ്പോൾ
അതിജീവിച്ചത് ദൈവവചനത്താലാണ്. എല്ലാ ദിവസവും ഒന്ന് വേദപുസ്തകം വായിക്കാൻ സാധിച്ചാൽ ഉള്ളിലെ പിശാചിനെ കൊല്ലാം. അതുകൊണ്ട് ഉറക്കം വരും. എല്ലാ ദിവസവും വേദപുസ്തകം വായിച്ചാൽ ബാക്കി എന്നാ ആണ്ടെ എല്ലാ ദിവസവും വേദപുസ്തകം വായിച്ചാൽ പ്രായമുള്ളവരൊക്കെ അല്ലേ കൂടുതലും വന്നിരിക്കുന്നത്. അതുകൊണ്ട് അച്ഛൻ ഇങ്ങനെ പറയുന്നത്. ഈ പരസ്പരം നുണ പറയുകയും അന്യോന്യം ഭിന്നതകൾ ഉണ്ടാക്കാൻ ഒക്കെ പോകുന്ന സമയത്ത് എന്നെ എടുക്കണം. വേദപുസ്തകം എനിക്ക് വലിയ അരിശം വരുമ്പോ, സത്യമായും ബലഹീനനായി മനുഷ്യനാണല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഭയങ്കരമായി ഇന്ന് അവനോട് പറഞ്ഞിട്ടേ ഉള്ളൂ എന്ന് തീരുമാനിക്കുമ്പം രണ്ടാമത്തെ ഒരു ചിന്തയുണ്ട്, ദ്വിതീയ ചിന്ത. അതെന്നാന്നോ, ദൈവമേ നിന്റെ കൃപയും പ്രകാരം എന്നോട്, നിന്റെ കരുണയുടെ ബഹുത്വത്തിന് പ്രകാരം എന്റെ പാപങ്ങൾ, എന്റെ ദൈവമേ, ആ ദാവീദ് ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട് ഇന്ന് നമുക്കൊക്കെ എന്തു പ്രയോജനം. ആ മനുഷ്യൻ അനുതപിച്ചില്ലായിരുന്നെങ്കിൽ, ആ അനുതാപത്തിന്റെ കീർത്തനം ചൊല്ലിയിരുന്നെങ്കിൽ, നമ്മൾ ഓർക്കണം ഇന്നും നമുക്കത് ആശ്വാസം. സർവ്വ വൈരാഗ്യവും സർവ്വ ഭിന്നതയും പിശാചിന് കൊടുക്കുന്ന മുട്ടയും പാലും എല്ലാം നശിച്ചു പോകാനുള്ള ഏക മാർഗം എന്നെടുക്കുക വേദം. പിന്നെ നമ്മളെ ഒത്തിരി കുറ്റപ്പെടുത്തുകയും അസത്യങ്ങൾ മുഴുവൻ നമുക്കെതിരെയും പറയുമ്പം എന്റെ അച്ഛാ എന്നാന്ന് പറഞ്ഞാലും ഞാൻ അവനോട് തിരിച്ചു പറഞ്ഞിട്ടേ ഉള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴെല്ലാം നമ്മളെ സ്വസ്ഥതയിലേക്ക് നയിക്കുന്നത് ജീവന്റെ വചനമാണ്. ഗീവർഗീസ് കഥ കുന്തം കൊണ്ട് കുത്തിയെങ്കിൽ ആ കുന്തം ദൈവവചനമാണ്, ദൈവത്തിന്റെ ശക്തിയാണ്. അതാണ് ജീവനും ശക്തിയുമുള്ള ദൈവവചനത്തിന്റെ കൃപ. അതുപോലെ നമ്മൾ പ്രതിദിനം നടത്തുന്ന പ്രാർത്ഥനകൾ നിങ്ങൾ ഓർക്കണേ, പിശാച് നമ്മെ അകപ്പെടുത്താതിരിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും ദൈവീക ചിന്തകളും പ്രാർത്ഥനകളും തുടരെ ഉണ്ടാകണം. അല്ലാതെ ഒരു ചരട് കയ്യെ കെട്ടിയത് കൊണ്ടോ ഒരു മാല ഇട്ടത് കൊണ്ടോ, അതൊക്കെ മാല ഇട്ടുകൊണ്ട് വീണ്ടും വീണ്ടും പിശാചിന് മുട്ട കൊടുക്കുകയാണെങ്കിൽ മാല ഇട്ടിട്ട് വലിയ കാര്യമുണ്ടോ? കുരിശുണ്ട്, അതെ പുതുപ്പള്ളിപ്പള്ളിയിലെ വികാരിച്ചൻ പ്രാർത്ഥിച്ചെന്ന് കുരിശാണ് എന്നും പറഞ്ഞ് വീണ്ടും ചെന്ന് അമ്മയോട് വഴക്ക് പിടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതേസമയം ആ കുരിശിനോട് ഒരുമിച്ച് എന്നാ എടുക്കണം? മനസ്സ് നന്നാകണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. അവർ ആരെ കാണുമെന്ന്? ദൈവത്തെ കാണണമെങ്കിൽ അത് മാത്രമേ സാധിക്കത്തുള്ളൂ. രണ്ടാമത്തെ വലിയൊരു പ്രശ്നം, ഇന്ന് ഏറ്റവും അധികം ദുരുപയോഗം ചെയ്യപ്പെടുന്നത് മതജീവിതമാണ്. നമ്മുടെ ഈ ഭക്തിയിലാണ് പിശാച് കയറി വരുന്നത്, ആത്മീയതയിൽ. ഇപ്പൊ നിങ്ങൾക്കറിയാം, പല യുദ്ധങ്ങളുടെയും അടിസ്ഥാനം മതസ്പർദ്ധയാണ്. അപ്പൊ എത്രയോ ഭംഗിയായിട്ടാണ് ഈ ഒരു പള്ളിയിലെ ക്രമമായി മണിയടിക്കുമ്പോ നമ്മൾ ചിന്തിക്കുന്ന എന്നാ, മണിയടി കേൾക്കുമ്പം നമ്മൾ ചിന്തിക്കുന്ന എന്നാ, പ്രാർത്ഥനയ്ക്ക് സമയമായി. എന്നായി ആണ്ട് എന്തൊരു സുഖമാണ്, കൈയെല്ലാം പുറകോട്ടുമാക്കി നേരെ ഇരുന്ന്. സ്വപ്നമൊന്നും കാണരുത് കേട്ടോ. മണിയടിക്കുമ്പം എന്നാ പ്രാർത്ഥനയ്ക്ക് സമയമായി. അപ്പൊ പിശാച് ചിന്തിച്ചു, പള്ളിയിലെ മണിയടി നടത്തണം. പള്ളിയിലെ 5:30 അടിക്കുന്ന മണി 6:30 എന്നത് നടക്കത്തില്ല. 12:30 അടിക്കുന്ന മണി 1:30 എന്നെ നടക്കത്തില്ല. അപ്പൊ പിശാച് തീരുമാനിച്ചു, പള്ളിമണിയിൽ കയറണം. ഓർത്തോണേ, നമുക്കൊരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട് അല്ലേ? അലാറം വെച്ചില്ലേലും 5 മണിക്ക് എഴുന്നേക്കും. തുടരെ എഴുന്നേറ്റാൽ 5 മണിക്ക് എഴുന്നേക്കും, അലാറം വെക്കണം. അതുപോലെ തന്നെയാ, ഒരു 10:11 ആകുമ്പം
നമ്മൾ ഉദ്ദേശിച്ചില്ലേലും എന്നാ ഉറങ്ങിപ്പോകും. അതിന്റെ കാരണം ഈ ശരീരത്തിനൊരു ക്രമമുണ്ട്. ആ ക്രമം നഷ്ടപ്പെടുത്തിയാൽ, സത്യത്തിൽ പ്രാർത്ഥന അതാണ്, ആധ്യാത്മിക ജീവിതം അതാണ്. ഇന്ന് ഏറ്റവും അധികം പിശാച് ദുരുപയോഗം നടത്തുന്നത് മതജീവിതത്തെയാണ്. ഒരു മതവും മറ്റൊരു മതത്തെ ദുഷിക്കുകയോ പരസ്പരം കൊല്ലണമെന്നോ ഒന്നും പഠിപ്പിക്കുന്നില്ല. ആത്യന്തികമായി നമ്മുടെ ക്രൈസ്തവ മതമോ ഇസ്ലാം മതമോ ഹൈന്ദവ മതമോ ഒരിക്കലും പഠിപ്പിക്കുന്നില്ല. പക്ഷേ എല്ലാ തീവ്രവാദികളും ലഹരി കച്ചവടക്കാരും അവരെല്ലാം ആയുധമാക്കുന്നത് മതത്തെയാണ്. അപ്പൊ നമ്മളൊന്ന് ചിന്തിച്ച്, ഈ തിന്മകളുടെ എല്ലാം ഉറവിടം ഇപ്പൊ പല യുദ്ധങ്ങളും, ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നമ്മളെല്ലാരും ഇങ്ങനെ തീവ്രമായിരിക്കുകയാണ്. ഇന്ന് എവിടെയൊക്കെ അടിച്ചു, ഇതൊക്കെ നോക്കിയിരിക്കുക. പക്ഷെ ചിലപ്പം പാകിസ്ഥാനിലെ ഭരണ അസ്ഥിരത മാറ്റാൻ വേണ്ടി അവർ കണ്ടുപിടിച്ച ഒരു മാർഗമായിരിക്കാം, നമുക്കറിയത്തില്ല. there are number of political reasons behind a war. ഓരോ യുദ്ധത്തിന്റെയും പുറകിൽ ഒത്തിരി രാഷ്ട്രീയ ചിന്തയുണ്ട്. ലോകത്തിലെ പ്രധാനപ്പെട്ട ഒരു നേതാവ് പറഞ്ഞു, നമുക്ക് രണ്ടുപേർക്കും ആയുധം കൊടുക്കാം. എന്തൊരു രസമാണ്, രണ്ടു കൂട്ടർക്കും നമുക്ക് ആയുധം കൊടുക്കാം. യുദ്ധം ഉണ്ടായാലേ ഞങ്ങളുടെ ആയുധ കച്ചവടം നടക്കത്തുള്ളൂ. പിശാചിന്റെ തീവ്രത എത്ര ഭയങ്കരം! സ്ത്രീയുടെ സന്തതിക്കും പിശാചിന്റെ സന്തതിക്കും തമ്മിലുള്ള ശത്രുത്വം യഥാർത്ഥത്തിൽ ഇന്ന് മതജീവിതത്തെ വല്ലാതെ ദുരുപയോഗപ്പെടുത്തുകയാണ്. ഇതിന്റെ നടുവിൽ സത്യത്തിൽ ഈ പൈശാചികതയെ നശിപ്പിക്കാനുള്ള ഏക മാർഗം സഹതാ മാർഗമാണ്. എന്നാ മാർഗമാണ്? ഒന്നുകൂടെ പറഞ്ഞേ അല്ലേ? നല്ല കഴിവുള്ളവൻ ഇപ്പൊ എനിക്കിട്ട് ഒരു അടി തന്നാൽ എനിക്ക് തിരിച്ച് 3 പ്രാവശ്യം തല്ലാൻ നോക്കും. ഒരു വിഷമവും ഇല്ല എന്ന് എനിക്ക് തോന്നുക. എന്നാൽ 3 പ്രാവശ്യം തിരിച്ചടിക്കാൻ ശക്തി ഉണ്ടെങ്കിലും ഞാൻ തിരിച്ചടിക്കാതിരുന്നാൽ നിങ്ങൾ എന്നാ പറയും? അതുകൊണ്ട് മിണ്ടാതിരിക്കും. ഇപ്പൊ നമ്മളെ ഇന്ത്യയെ ആക്രമിച്ചു അല്ലേ? നമ്മളിൽ ആരും തിരിച്ചടിക്കരുത് എന്ന് പറയൂ. കാര്യം നമുക്കതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതാണ് ഈ അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള വഴക്കിന്റെ ഒരു പ്രധാന പ്രശ്നം. അപ്പൊ അവർക്ക് 82 വയസ്സായില്ലേ, ഇപ്പോഴും എന്നിട്ട് കയറി ഭരിക്കുന്നത് എന്തിനാ? എന്നോടൊന്ന് പറഞ്ഞാൽ ഞാൻ രണ്ടൊക്കെ പോയി 3 പറയും. അപ്പൊ അമ്മായിമ്മ ചിന്തിക്കുന്ന തന്നെ, എത്രയോ വർഷമായി ഞാൻ ഈ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നത്, ഇങ്ങോട്ട് വന്ന പുതിയ ആള് എന്നെ എന്തിനാ ഭരിക്കുന്നത്? അപ്പം ശക്തി ഉണ്ടെങ്കിലും തിരിച്ചടിക്കുന്നില്ല എന്നുള്ള ചിന്ത, ആ ചിന്തക്കാണ് സഹനം എന്ന് പറയുന്നത്. നിങ്ങൾ ഇങ്ങോട്ട് നോക്കി, യഹൂദന്മാർ ഗദസമനയിൽ വെച്ച് കർത്താവിനെ ബന്ധിച്ചു. യേശുവിന്റെ മുമ്പിലേക്ക് വന്ന പടയാളികളെല്ലാം പെട്ടെന്ന് നിലത്ത് വീണു അല്ലേ? അനേകായിരം അഗ്നിസേനകൾ ഇറങ്ങി വന്ന് ക്രിസ്തുവിനെ സംരക്ഷിക്കാം. അവൻ സർവശക്തനാണ്, ദൈവമാണ്. എന്നാൽ അടിക്ക് തിരിച്ചടി ഇല്ല. ഇതിനെയാണ് സഹനം എന്ന് പറയുന്നത്. സഹനം പ്രകൃതമാക്കിയവനാണ് സഹത. എന്നെ ഞാൻ പറഞ്ഞു, സഹനം. ഈ ദ്വിതീയാനോസ് ചക്രവർത്തി ഏതെല്ലാം മാർഗങ്ങൾ ഉപയോഗിച്ചെന്നറിയാവോ ഗീവറീസയെ കൊല്ലാൻ? എന്നാൽ ഓരോ സന്ദർഭങ്ങളിലും ഗീവറീസ രക്ഷപ്പെടുകയാണ്. സഹതായുടെ ഓരോ കഷ്ടതകളും ദുരിതങ്ങളും അനേകം ക്രിസ്ത്യാനികളെ സഭയിലേക്ക് ചേർക്കുകയാണ്. എന്നാൽ സഹത തിന്മയ്ക്ക് എന്ന് വെച്ചാൽ യേശു ക്രിസ്തുവിനെ ഉപേക്ഷിക്കുവാൻ തയ്യാറാകാതെ സ്വയമേവ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു, രക്തസാക്ഷിയായി തീരുന്നു.
എതിർക്കാൻ അറിയാൻ മേലഞ്ഞിട്ടല്ല, എന്നാൽ എതിർക്കുന്നത് നമ്മുടെ മാർഗമല്ല എന്ന് തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് സഹത ആരുടെ പക്ഷത്താണ്? പിശാചിന്റെ സന്തതിയുടെ പക്ഷത്തല്ല, മറിച്ച് സ്ത്രീയുടെ സന്തതിയുടെ പക്ഷത്താണ്. സ്ത്രീയുടെ സന്തതി മരണത്തെ തോൽപ്പിച്ചത് സ്വയമേവ മരണം സ്വീകരിച്ചാണ്. സ്വയമേവ മരണം സ്വീകരിച്ചപ്പോൾ മരണത്തെ പരാജയപ്പെടുത്തി ഉയർത്തെഴുന്നേറ്റു. നിങ്ങൾ എപ്പോഴും ഓർക്കുക, ഒരു യുദ്ധവും വിജയിക്കത്തില്ല. എന്നെ ഇപ്പൊ അച്ഛൻ പറഞ്ഞു, ഒരു യുദ്ധവും വിജയിക്കത്തില്ല. നമ്മളെ ഭാരതീയർ, നമ്മുടെ പുരാണം തന്നെ യുദ്ധമാണ്. എന്നാ ആണ്ടുമിണ്ടാതിരിക്കുന്നു, മഹാഭാരത യുദ്ധം. ആര് ജയിച്ചു? മഹാഭാരത യുദ്ധം. ആരും തമ്മില് പാണ്ഡവരും അവരാരാണ്? സഹോദരങ്ങളാണ്. എല്ലാ യുദ്ധവും സഹോദരങ്ങൾ തമ്മിലാണ്. പാലസ്തീനും ഇസ്രയേലും സഹോദരങ്ങളാണ്. യുക്രൈനും റഷ്യയും സഹോദരങ്ങളാണ്. പാകിസ്ഥാനും ഇന്ത്യയും സഹോദരങ്ങളാണ്. സഹോദരങ്ങളാണെങ്കിൽ യുദ്ധം ജയിക്കുവോ? പാണ്ഡവരുടെ മൂത്തയാള് യുധിഷ്ഠിരൻ യുദ്ധഭൂമിയിൽ നോക്കുകയാണ്. എല്ലാവരും മരിച്ചു കിടക്കുകയാണ്. അവസാനം ഈ 5 പേര് മിച്ചമുണ്ട്. അർജുനന്റെ പുത്രൻ ആരാ? അഭിമന്യു. എല്ലാവരെയും അസ്ത്രവിദ്യ പഠിപ്പിച്ച ആരാണ്? ദ്രോണാചാര്യൻ. സർവരും മരിച്ചു. യുദ്ധം വിജയിച്ചോ? വിജയിക്കത്തില്ല. അത് വീട്ടിൽ നടക്കുന്ന യുദ്ധമാണെങ്കിലും പള്ളി നടക്കുന്ന യുദ്ധമാണെങ്കിലും ആരും വിജയിക്കും എന്ന് പ്രതീക്ഷിക്കണ്ട. വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കണ്ട. കാര്യം പിശാചിന്റെ പദ്ധതികളെല്ലാം സത്യത്തിൽ നാശത്തിലേക്കും മനുഷ്യവർഗത്തിന്റെ നഷ്ടത്തിലേക്കും നയിക്കുള്ളൂ. എന്നാൽ സഹനം വിജയിച്ചു, കഷ്ടത വിജയിച്ചു. യേശു മരിച്ചു, അടക്കം ചെയ്യപ്പെട്ടു. എന്നാൽ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ ചരിത്രം അത് സഹനത്തിന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഓർത്തു നോക്കി, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമുക്കാർക്കും ഒരു ബന്ധവും ഇല്ലാത്ത, നമ്മൾ പറഞ്ഞ ഒരു തരത്തിലും നമുക്കൊരു ബന്ധവും ഇല്ലാത്ത എത്രയോ അകലെ മിഡിൽ ഈസ്റ്റിൽ അല്ലെങ്കിൽ റോമ സാമ്രാജ്യത്തിന്റെ ഒരു ഭാഗത്ത്, മിഡിൽ ഈസ്റ്റിലേക്ക് ചേർന്ന ഭാഗത്ത് 3-ാം നൂറ്റാണ്ടിൽ ജനിച്ചു വളർത്തപ്പെട്ട 23-26 വയസ്സിനിടയിൽ രക്തസാക്ഷിയായി തീർന്ന ഗീവർഗീസ് സഹോദര, ഇന്നും നമ്മൾ ആ രക്തസാക്ഷിത്വത്തെ ഓർക്കുകയാണ്. അപ്പൊ ആരെ വിജയിച്ച്? സ്ത്രീയുടെ സന്തതിയുടെ പക്ഷം വിജയിച്ചു. സർപ്പത്തിന്റെ സന്തതി, the seed of Satan, സർപ്പത്തിന്റെ സന്തതി. സത്യത്തിൽ അതാണ് പിതാക്കന്മാർ പറയുന്നത്, വേദഭാഗം പറയുന്നത്, അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. അവൻ നിന്റെ തല തകർക്കും. ആരുടെ? ഓരോ കഷ്ടതകളും സഹിക്കുമ്പോഴും ഓരോ പീഡനങ്ങളും ഏൽക്കുമ്പോഴും പിശാചിന്റെ തല തകർന്നുകൊണ്ടിരിക്കുകയാണ്. പിശാചിന്റെ തല അതുകൊണ്ട് ക്ഷമിച്ചത് കൊണ്ടോ തിരിച്ചടിക്കണ്ട എന്ന് ചിന്തിച്ചത് കൊണ്ടോ പരസ്പരം വൈരാഗ്യം വേണ്ട എന്ന് മനസ്സിൽ തീരുമാനിച്ചത് കൊണ്ടോ യാതൊരു ദോഷവും ഉണ്ടാകത്തില്ല.
ആ ഓരോ തീരുമാനങ്ങളിലും പിശാചിന്റെ തല തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു കാര്യം കൂടെ സ്നേഹപൂർവം ഈ സഹതായുടെ സഹനം അത് ഒന്നുകൂടെ ചേർത്ത് പറയുകയാണ്. നമ്മളൊക്കെ ഓരോ ജീവിത സാഹചര്യത്തിലും ജീവിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഒരു സംഗതി, ചിലർക്ക് ചില സ്ഥലത്ത് ഞങ്ങൾ ഇവിടെ ആയതുകൊണ്ട് നോയമ്പെടുക്കാനോ പ്രാർത്ഥിക്കാനോ പള്ളിയിൽ പോകാനോ ഒക്കത്തില്ല. ചിലര് പറയുന്നത് എനിക്ക് പോലീസ് ജോലി ആയതുകൊണ്ട് മനുഷ്യരോട് സ്നേഹത്തോടെ ഇടപെടാൻ ഒക്കത്തില്ല. ചിലര് പറയുന്നത് എനിക്ക് കച്ചവടം ആയതുകൊണ്ട്, കച്ചവടമല്ലേ അതിനകത്ത് വിശ്വസ്തത പാലിക്കാൻ ഒക്കത്തില്ല. എന്നാൽ ദൈവീക പദ്ധതിയും അതുപോലെ തന്നെ വിശുദ്ധിയും അത് സത്യത്തിൽ പ്രൊഫഷനേക്കാളും വലുതാണ്. withstanding into the faith in the midst of professional greatness എന്ന് പറയും. നമ്മുടെ ഔദ്യോഗിക ജീവിത സാഹചര്യങ്ങളുടെ നടുവിലും നമുക്ക് നിഷ്ഠയോടും വിശുദ്ധിയോടും കൂടെ ജീവിക്കാൻ സാധിക്കും എന്ന് തെളിയിച്ചയാളാണ് ആരെ? ഗീവർഗീസ്. അത് ഈ സഹന ജീവിതത്തിന്റെയും സഹതാ ജീവിതത്തിന്റെയും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഉറങ്ങാതിരിക്കാൻ വേറൊരു കാര്യം പറയാം. ആ പടം ഒന്ന് നോക്കിക്കേ. ഏത് പടം? ആ ഗീവർഗീസ് സഹതയുടെ പടം. സഹത എവിടെയായിരിക്കുന്നേ? ഒന്നുകൂടെ നോക്കിക്കേ, സഹത എവിടെയായിരിക്കുന്നേ? അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു കുതിരയെ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ അല്ലേ? സഹത കുതിരപ്പുറത്തായിരിക്കുന്നത്. പക്ഷെ കുതിരപ്പുറത്തിരുന്ന് പാമ്പിനിട്ട് കുത്തണമെങ്കിൽ ബാക്കി പറയാവോ? അതെ, ഈ കുതിരപ്പുറത്തിരുന്ന് യുദ്ധം ചെയ്യണമെങ്കിൽ കുതിരപ്പുറത്തിരിക്കുന്നവന്റെ നിയന്ത്രണത്തിൽ ആര് വരണം? കുതിര വരണം. നമ്മളെല്ലാം ഇരിക്കുന്നത് കുതിരപ്പുറത്താണ്, പക്ഷേ കുതിരയുടെ വഴിയെ നമ്മൾ പോവുകയാണ്. പക്ഷെ ഗീവർഗീസ് സഹതയുടെ വഴിയെ ആര് വന്നു? കുതിര വന്നു. ഒന്നൂടെ ഇങ്ങോട്ട് നോക്കിക്കേ. കുതിരപ്പുറത്തിരിക്കുന്നു, പക്ഷേ കുതിരയെ വിധേയപ്പെടുത്തുന്നു. സഹത കുതിരപ്പുറത്താണ്, പക്ഷെ സഹത കുതിരയുടെ വഴിക്കല്ല പോകുന്നത്. കുതിരയുടെ വഴിക്കായിരുന്നെങ്കിൽ ദിദിയാനോസ് രാജാവിന്റെ സാമ്രാജ്യത്തിൽ സർവ സൈന്യാധിപനായി എല്ലാവരെയും അടിമപ്പെടുത്തി സഹതായിക്ക് ജീവിക്കാം. പക്ഷെ കുതിരപ്പുറത്തിരുന്നാലും ആരുടെ വഴിയേ അല്ല. നിങ്ങൾ നോക്കിക്കുക, കുതിര മുമ്പോട്ടിങ്ങനെ ശരിയല്ലേ? പക്ഷേ അതിന്റെ കടിഞ്ഞാൻ സഹതയുടെ കയ്യിലുണ്ടോ? പറയുന്നേ ഉണ്ടോ? പക്ഷെ പല കുതിരയുടെയും പുറത്തിരിക്കുന്നവരുടെ കയ്യിൽ എന്നാ ഇല്ല. അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ വന്ന് ഈ നുണയന്മാർ കുറെ പേരുണ്ടല്ലോ, അവരാണല്ലോ നമ്മളെ നിയന്ത്രിക്കുന്നത്. അവര് വന്ന് അങ്ങോട്ട് എന്തെല്ലോ കാര്യങ്ങൾ. ആദ്യമൊക്കെ അയൽവക്കംകാരെ കുറിച്ച് നുണയ്ക്കും, പിന്നെ പതുക്കെ നമ്മുടെ വീട്ടിലുള്ളവരെ കുറിച്ച് നുണയ്ക്കും, അത് കഴിഞ്ഞ് പിന്നെ പള്ളിയിലുള്ളവരെ കുറിച്ച്. നിങ്ങൾ സൺഡേ സ്കൂൾ അധ്യാപകനാണെങ്കിൽ നിങ്ങളുടെ സഹ അധ്യാപകർ, പ്രാർത്ഥനയോഗാണെങ്കിൽ പ്രാർത്ഥനയോഗത്തിലുള്ളവർ, പിന്നെ ഞാൻ പറയണ്ടല്ലോ ആരെ കുറിച്ച്, പിന്നെ പള്ളിയിലെ അച്ഛനെ കുറിച്ച്, എല്ലാം സത്യത്തിൽ എങ്ങനെ കുതിരയെ നിയന്ത്രിക്കുന്നേ? നമ്മുടെ ഭാരതീയ പാരമ്പര്യത്തിലെ സഹനൗ സഹവീര്യം കരവായി മാ വിദ്വക്ഷാവഹൈ.
ഗുരുവും ശിഷ്യനും നമുക്ക് ഒരുമിച്ചിരുന്ന് വിദ്യ നേടാം, ഒരുമിച്ച് ശക്തി പ്രാപിക്കാം, അല്ലേ? അതേസമയം നാം തമ്മിൽ യാതൊരു വിദ്വേഷവും ഇല്ല. സത്യത്തിൽ ശക്തി പ്രാപിക്കണമെങ്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന അകമയും പുറമേയുമുള്ള 5 10 ഇന്ദ്രിയങ്ങളുണ്ട്. എത്ര ഇന്ദ്രിയങ്ങളുണ്ട്? ഈ കുതിരയെ നിയന്ത്രിക്കണം. ഈ കുതിരയെ നിയന്ത്രിച്ചില്ലെങ്കിൽ പിശാചിനോട് യുദ്ധം ചെയ്യാനൊക്കത്തില്ല. കുതിരയെ അഴിച്ചുവിടരുത്. നമ്മുടെ വീട്ടിൽ വന്ന് ഇല്ലാത്ത പ്രശ്നങ്ങളെല്ലാം, അത് വീട്ടിലാണെങ്കിലും നമ്മുടെ സഹവർത്തിത്വത്തിലും സംഭാഷണത്തിലാണെങ്കിലും, ഈ ഭിന്നതകളും പ്രതിസന്ധികളും ഒക്കെ പറയുമ്പോഴേ ഒന്നുകിൽ അവിടെ നിന്ന് മാറിപ്പോവുക, അല്ലെങ്കിൽ സ്നേഹപൂർവ്വം പറയുക, ദേ ഇവിടെ ഇരുന്ന് അങ്ങനെ പറയുന്നേ, ഇവിടെ ഇരുന്ന് അങ്ങനെ. ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കടിഞ്ഞാണില്ലാത്ത കുതിരയെ. എന്നേലും കേട്ടാൽ അടുത്തത് എന്നിട്ട് എന്തൊരാകാംക്ഷയാ. ഇങ്ങോട്ട് നോക്കിക്കേ, ഇരിക്കുന്നത് കുതിരപ്പുറത്താണ്, പക്ഷേ വളരെ വളരെ സ്നേഹത്തോടെ പറയുകയാണ്, ആരെ നിയന്ത്രിക്കണം? കുതിരയെ നിയന്ത്രിക്കണം. കുതിരയെ നിയന്ത്രിച്ചാലേ പിശാചിനോട് പോരാട്ടം നടത്തുവാൻ സാധിക്കത്തുള്ളൂ. ഈ ശത്രുത്വം, ഈ ഭിന്നത, അത് സൃഷ്ടിയുടെ ആരംഭം മുതലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, യുദ്ധക്കളത്തിൽ നിന്ന് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോയാൽ യുദ്ധത്തിന്റെ കാരണം മനസ്സിലാകും. യുദ്ധത്തിന്റെ കാരണം മനസ്സിലെ ഭിന്നതകളാണ്. ആ ഭിന്നതകളെ നശിപ്പിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ സർപ്പസംഹാരം, അതിനുള്ള ശക്തി ജീവനുള്ള ദൈവത്തിന്റെ വചനത്തിനാണ്, സ്വീകരിച്ചിരിക്കുന്ന കൗദാശിക അനുഭവത്തിനാണ്, നാം ചെയ്യുന്ന നന്മ പ്രവർത്തികളിലാണ്. അതുപോലെ തന്നെ എപ്പോഴും ഓർക്കുക, ആത്യന്തികമായി നഷ്ടമല്ലാതെ ഒരു ലാഭവും എന്തുകൊണ്ടുണ്ടാകത്തില്ല? ഭിന്നതകൾ കൊണ്ടുണ്ടാകത്തില്ല. കൊണ്ടാലും പഠിക്കത്തില്ല, കണ്ടാലും പഠിക്കത്തില്ല. പഠിക്കുവോ? ഇല്ല. ഒന്ന് സാവധാനം പുറകോട്ട് തിരിഞ്ഞൊന്ന് ചിന്തിക്കുക. ഇത് എന്റെ ഉള്ളിലെ പിശാചിന്റെ ഭക്ഷണമാണോ? അതുമായിട്ട് കോംപ്രമൈസ് ആയിട്ട് എല്ലാ ദിവസവും നിനക്ക് ഞാൻ ഭക്ഷണം തന്നേക്കാം എന്നുള്ള ചിന്തയാണോ? സാവധാനം ചിന്തിക്കുക. സത്യത്തിൽ നമുക്കും പരിശുദ്ധ സഭയ്ക്കുമെല്ലാം ലഭിച്ചിരിക്കുന്ന വിളി, നമ്മൾ സ്ത്രീയുടെ സന്തതിയുടെ പക്ഷം ചേരുക. എന്നാ ഞാൻ പറഞ്ഞേ സ്ത്രീയുടെ സന്തതിയുടെ പക്ഷം ചേരുക. എല്ലാരും കുറ്റാരോപണം നടത്തിയപ്പോൾ രോമം കത്രിക്കുന്നവന്റെ മുൻപാകെ മിണ്ടാതിരുന്ന കുഞ്ഞാട് പോലെ വായു തുറക്കാതിരുന്ന സ്ത്രീയുടെ സന്തതി, എല്ലാവിധ ശക്തിയും സർവശക്തനായിട്ടും എല്ലാ പീഡകളും സഹിക്കുവാനും എല്ലാ കഷ്ടതകളും ഉൾക്കൊള്ളുവാനും മരിച്ച് അടക്കം ചെയ്യപ്പെട്ട മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ സ്ത്രീയുടെ സന്തതിയുടെ പക്ഷം, അതാണ് പ്രശ്ന പരിഹാരത്തിന്റെ മാർഗം. അതുപോലെ തന്നെ ഞാനും നിങ്ങളും എപ്പോഴും ഓർക്കുക, ഈ തല തകർക്കും എന്നത് യഥാർത്ഥത്തിൽ ദൈവം തരുന്ന വലിയൊരു പ്രത്യാശയാണ്. ഞാനത് ഒറ്റ വാക്കി പറയട്ടെ, താൽക്കാലികമായി പൈശാചിക ജയമുണ്ടാകും, എന്നാൽ ആത്യന്തികമായി പിശാച് വിജയിക്കത്തില്ല. എന്നാ ഞാൻ പറഞ്ഞേ, ആത്യന്തികമായി പിശാച് വിജയിക്കത്തില്ല. സാത്താൻ പരാജയപ്പെട്ടിരിക്കും. കാരണം ദൈവീക ശക്തി അത്ര വലുതാണ്, ദൈവീക കൃപ അത്ര മഹത്തരമാണ്. അതുകൊണ്ടാണ് തല തകർക്കും എന്ന് തന്നെ വേദപുസ്തകത്തിന്റെ ആദ്യം
ഏറ്റവും അനുഗ്രഹകരമായ സുവിശേഷമായിട്ട്, ആദ്യ സുവിശേഷമായിട്ട്, പ്രോട്ടോ ഏവൻഗേലിയോനായിട്ട് ആദ്യം തന്നെ വിളിച്ചു പറഞ്ഞതിന്റെ ശക്തി അതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും നമുക്ക് പ്രത്യാശയോടെ ജീവിക്കാം. സഹദായെ പോലെ എല്ലാ സാധ്യതകളുണ്ടെങ്കിലും സ്ത്രീയുടെ സന്തതിയുടെ പക്ഷം ചേർന്ന് സഹനത്തിന്റെ മാർഗം തെരഞ്ഞെടുക്കാം. കുതിരപ്പുറത്താണ് ഇരിക്കുന്നതെങ്കിലും പോരാട്ട ജീവിതം സർപ്പഘാതകനായി ഇരിക്കണമെങ്കിൽ ആരെ നിയന്ത്രിക്കണം? കുതിരയെ നിയന്ത്രിക്കണം. കടിഞ്ഞാൺ സഹദയുടെ കയ്യിലാണ്. അവിടെ ആ പടത്തിൽ ഒരു ദേവാലയത്തിന്റെ വാതിക്കൽ ഒരു സ്ത്രീ നിൽക്കുന്നത് കണ്ടു. ഉണ്ടോ? പല വ്യാഖ്യാനങ്ങളുണ്ട്. അത് സർപ്പം അന്നത്തെ ദിവസത്തിൽ വിഴുങ്ങാനിരുന്ന രാജകുമാരിയാണെന്നൊക്കെ പറയുന്നവരുണ്ട്. എന്നാൽ നമ്മുടെ പാരമ്പര്യത്തിൽ അതിന് മറ്റൊരു വ്യാഖ്യാനമുണ്ട്. അത് പരിശുദ്ധ ദൈവമാതാവാണ് എന്ന് പറയുന്ന ഒരു മനോഹര പാരമ്പര്യമുണ്ട്. എല്ലാ സഹനത്തിന്റെ സന്നിധിയിലും അമ്മയുടെ സാന്നിധ്യമുണ്ട്. കാര്യം, അമ്മയോളം സഹനത്തിന്റെ സാക്ഷ്യമായ മറ്റൊരാൾ ഇല്ല. ഗോകുൽത്താഴ് ഉത്തംഗ ശൃംഗത്തിൽ മകൻ കുരിശിൽ മരിക്കുമ്പോൾ അരികിൽ ആരുണ്ട്? അതുകൊണ്ട് പിശാചുമായി പോരാട്ടം നടത്തുമ്പോൾ പിതാക്കന്മാര് പഠിപ്പിക്കുന്ന മനോഹരമായ ഒരു സന്ദേശമാണ്. ആരുണ്ട് അരികെ? അമ്മയുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമല്ലോ ഞങ്ങളുടെ മരണസമയത്തും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. യഥാർത്ഥത്തിൽ സകല പരിശുദ്ധന്മാരുടെയും പരിശുദ്ധ ദൈവമാതാവിൻ്റെയും വലിയ മധ്യസ്ഥത നമുക്ക് കോട്ടയായിരിക്കട്ടെ. ഈ ദേവാലയത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ. ചില ബോധ്യങ്ങൾ ഉണ്ടാകുക. ഉള്ളിൽ പിശാചുണ്ട്. പിശാചിനെ കോംപ്രമൈസ് ചെയ്ത് ഭക്ഷണം കൊടുക്കാൻ ശ്രമിക്കരുത്. പിശാചിനെ നശിപ്പിക്കണം. പക്ഷം ചേരേണ്ടത് സ്ത്രീയുടെ സന്തതിയുടെ പക്ഷത്ത് ചേരണം. പിശാചിന്റെ സന്തതിയുടെ പക്ഷത്ത് ചേരരുത്. എല്ലാ യുദ്ധവും തുടങ്ങുന്നത് മനസ്സിലാണ്. മനസ്സ് നന്നാക്കണം. മനസ്സ് നന്നാകാനാണ് പ്രതിദിന പ്രാർത്ഥനയും കാരുണ്യ പ്രവർത്തനങ്ങളും എല്ലാം. മനസ്സിന്റെ ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. മനസ്സ് നന്നായാൽ തിന്മയെ അതിജീവിക്കാൻ സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ടത് സത്യമായി ഓർക്കുക, പിശാച് ജയിക്കത്തില്ല. പിശാച് പരാജയപ്പെടും. നമ്മിലെ പൈശാചികതയെ മാറ്റി ദൈവീകത വളർത്തിയെടുക്കുവാൻ സർവശക്തനായി ദൈവം കരുണ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.